വിലയോ തുച്ഛം പാലോ മെച്ചം. ഏയ് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഒരു റൈമിംഗ് ആയിട്ട് കിടന്നോട്ടെ എന്ന് വെച്ചിട്ടതാണിത്. പക്ഷേ കുറവാണ് എന്ന് പറയാം. ദിസ് ഇസ് ഗോഡ്സി. വെൽക്കം. പാല് ഇന്ന് ലാക്ടോസ് ഇൻടോളറന്റ് എന്നൊക്കെ പറഞ്ഞ് പലരും പാല് ഒഴിവാക്കുന്നുണ്ട്. അതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടവും സൗകര്യവും. ബട്ട് ഇത് പാല് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇവിടുത്തെ സർക്കാർ വക ഒരു പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളും അവരവരുടെ ബ്രാൻഡ് കാണുമല്ലോ ഇതുപോലെ തന്നെ. പാക്കറ്റ് പാലിൽ കിട്ടാവുന്ന നല്ലൊരു പാല് തന്നെയാണ് ഇത്. പക്ഷേ എല്ലാ പാക്കറ്റ് പാലും പ്യോർ മിൽക്ക് അല്ല, പകരം അഡൾട്ടഡ് മിൽക്കാണ്. അതായത് കംപ്ലീറ്റ്ലി പൂർണ്ണമായി പാലല്ലാണ്ട് കൃത്രിമമായി ചില ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കുന്നതും ഉണ്ട്. അത് നമ്മൾ ഒന്ന് തിരിച്ച് അറിഞ്ഞ് മേടിക്കുക. ലോക്കൽ ബ്രാൻഡ്സ് വെറുതെ കണ്ണും പൂട്ടി അങ്ങോട്ട് മേടിക്കാതെ ഇരിക്കുക. പ്രീമിയം ഓർഗാനിക് ആൻഡ് എക്സ്പെൻസീവ് മിൽക്ക് പാക്കറ്റ്സ് ചിലത് വരുന്നുണ്ട്. അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതല്ലാതുള്ള യൂഷ്വൽ ആൻഡ് കോമൺ ബ്രാൻഡ്സ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ടൗൺ ഭാഗത്തായിട്ട് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ പാക്കറ്റ് പാലിനെക്കാട്ടിലും മറ്റൊരു ബെറ്റർ ആൻഡ് ഹെൽത്തിയർ ഓപ്ഷൻ ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയൊരു അവയർനെസ് വീഡിയോ എന്ന് വേണേൽ പറയാൻ. നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ താമസിക്കുന്നതായ സ്ഥലത്ത് പാക്കറ്റ് പാൽ അല്ലാണ്ട് കുറച്ചും കൂടെ മെച്ചപ്പെട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന പാൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെയാണ് സൂക്ഷിച്ച് നിരീക്ഷിച്ച് മനസ്സിലാക്കാം. അയ്യോ അങ്ങനെയൊന്നും അല്ല. ടൗൺ ഭാഗത്തായിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈവൻ ഫ്ലാറ്റ്സിലൊക്കെ ആണെങ്കിൽ തന്നെയും അവിടുത്തെ ലോക്കൽ ഫാമേഴ്സ് അവർ കാലത്തെയും വൈകിട്ടൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. അതല്ലാണ്ട് ഇനി അവർ വെള്ളം ചേർക്കുന്നത് നിങ്ങൾക്ക് സംശയമാണെങ്കിൽ അവിടെ ആ ചുറ്റുവട്ടത്ത് മിൽക്ക് ഫാമേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും മിൽക്ക് ബൂത്ത് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ലോക്കൽ ഫാമേഴ്സ്, അതായത് 1-2 പശു ഉണ്ടെങ്കിൽ തന്നെയും എല്ലാവരും അവരുടെ പാല് ഇവിടെ ഈ മിൽക്ക് ബൂത്തിൽ കൊണ്ടുപോയി വിൽക്കും. അപ്പോൾ ഈ മിൽക്ക് ബൂത്തിൽ കൊണ്ടുപോയി വിൽക്കാൻ നേരം അവർക്ക് വെള്ളം ചേർത്ത് അവിടെ എന്തായാലും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ ബൂത്തുകളിൽ ക്വാളിറ്റി ചെക്കിംഗ് യൂണിറ്റ്, ലാക്ടോമീറ്റർ അവിടെ ഉള്ളതിനാൽ അവിടെ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ അവിടെ പാലത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ബൂത്തിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ ആ പേടി വേണ്ട. പക്ഷെ ഇവിടെ 1/2 hour to 45 minutes മാക്സിമം. ഇത്രയും നേരത്തിനുള്ളിൽ തന്നെ, ആ ടൈമിനുള്ളിൽ തന്നെ അവിടെ വരുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ പാല് കൊടുക്കുള്ളൂ. അതിനുശേഷം മെയിൻ സെന്ററിലേക്ക് ഈ ട്രക്സ് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാറാണ് പതിവ്. അവിടെ ചെന്ന് പാസ്ചറൈസിങ് ആ പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് പിന്നെ ഈ പാക്കറ്റ് പാൽ നമ്മുടെ കൈകളിലേക്ക് വരുന്നത്. അതിന് പകരം ഡയറക്റ്റ് ആയിട്ട് ഈ വെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് മിൽക്ക് ബൂത്തിൽ നമുക്ക് മേടിക്കാമെങ്കിൽ ഇറ്റ് ഈസ് ലിറ്റിൽ മോർ ബെറ്റർ. ആകെ നമുക്ക് ചെയ്യാനുള്ളത് അതൊന്ന് ഫിൽറ്റർ ചെയ്യണം. നമ്മുടെ സാധാരണ അരിപ്പ് വെച്ച് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് ഉപയോഗിക്കണം എന്ന് മാത്രം. നല്ലവണ്ണം തന്നെ ഫാറ്റ് കണ്ടന്റ്, കൊഴുപ്പും ഉള്ള പാലാണ് ഈ നമ്മൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് മേടിക്കുന്ന പാല്. അതാണ് ഇതിനുള്ള പ്ലസ് പോയിന്റ്സ്. നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും കുത്തിയിരുന്നെങ്കിൽ പറഞ്ഞാൽ മതി. ഞാനിവിടെ വേറെ വല്ല സംസ്ഥാനത്തുമാണ്, ബാംഗ്ലൂരൊന്നും അല്ല, ഞാൻ എങ്ങനെ അറിയും എന്ന് ചോദിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ. മിക്കവാറും ഇങ്ങനത്തെ പാലുകൾ മേടിക്കാൻ പോകാറുള്ളത് ഇങ്ങനത്തെ തൂക്കുപാത്രം കൊണ്ട് തന്നെയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരം കാലത്തെയോ വൈകിട്ടോ ഒക്കെ ഇതുപോലത്തെ പാത്രങ്ങളായിട്ട് ആരെങ്കിലേക്ക് തെക്ക് വടക്ക് നടക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക. അവര് ജോലിയില്ലാത്തത് കൊണ്ടല്ല ഈ നടപ്പ് നടക്കുന്നത്. ഫോർ ഷ്യോർ അവിടെ മിൽക്ക് ബൂത്തും ലോക്കൽ ഫാമേഴ്സ് തീർച്ചയായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഈ ഫാമേഴ്സ് അവിടെ മിൽക്ക് ബൂത്തിലേക്ക് പാല് കൊണ്ടേ വിൽക്കാനായിട്ട് ഇങ്ങനത്തെ ബക്കറ്റും ഇങ്ങനത്തെ വലിയ തൂക്കുപാത്രങ്ങളായിട്ട് പോകും ഏകദേശം ആ നേരത്ത്. പിന്നെ ഇങ്ങനത്തെ മിൽക്ക് ട്രക്സ്, ഈ 3 കാര്യങ്ങൾ ചുറ്റിൽ കാണാമെങ്കിൽ മനസ്സിലാക്കാം ഇങ്ങനത്തെ മിൽക്ക് ബൂത്തും ഫാമേഴ്സ് ഉണ്ടെന്നുള്ളത്. സോ ബാംഗ്ലൂർ മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴത്തെ വില ഞാൻ പറയാം. 1 ലിറ്ററിന് സാധാരണ കടയിൽ 56 രൂപയാണ്, നന്ദിനി ഔട്ട്ലെറ്റിൽ 54 രൂപയാണ്, ഇങ്ങനത്തെ ബൂത്തുകളിൽ 50 രൂപയാണ്. ഓക്കെ, അതാണ് അത്. പിന്നെ ഒരുപാട് അങ്ങോട്ട് മിണ്ടാതെ ഇരിക്കരുത് കേട്ടോ. അവരെ കാണുമ്പോൾ നമ്മൾ മിണ്ടാതെ അവരെ പിൻഗമിച്ച് CID എന്നതുപോലെ പോകാണ്ട് മിണ്ടാൻ ഒരു മുഖം തരുന്നവരാണെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാമല്ലോ. അല്ല, പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താന്ന് വെച്ചാലുണ്ടല്ലോ, ഇന്നിപ്പോൾ ആൾക്കാർ അയൽവക്കത്തോട് മനുഷ്യരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാറില്ലല്ലോ. അതല്ലേ പ്രശ്നം. കുറച്ചൊക്കെ നമുക്ക് മിണ്ടാട്ടാ, ചില ആൾക്കാരോടും, എല്ലാവരോടും അല്ലെങ്കിൽ തന്നെ.
ദേ ഇപ്പൊ പറഞ്ഞത് തന്നെയാ പ്രശ്നം. ഇവിടെ പോയി മേടിക്കാൻ ആളില്ല എന്നാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സജഷൻ, വല്ല കാറിലാണ് ഓഫീസിലൊക്കെ പോയിട്ട് വരുന്നതെങ്കിൽ ആ പാല് മേടിക്കാനുള്ള ബോട്ടിൽ കൊണ്ടുപോയി അവർ സമ്മതിക്കില്ല കേട്ടോ. അത് ഞാൻ ഓൾറെഡി പറയാം. ഞാൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ മേടിക്കാൻ നിൽക്കുമ്പോഴും ബിക്കോസ് അതിലേക്ക് ഒഴിച്ച് തരാനായിട്ട് അവർക്ക് ഇൻകൺവീനിയന്റ് ആണ്. ഫണൽ വെച്ച് ഒഴിക്കാം, പക്ഷേ എങ്കിൽ തന്നെ അവർക്ക് അത് എക്സ്ട്രാ ജോബ് ആയതുകൊണ്ട് അവരത് റെസ്ട്രിക്ട് ചെയ്യും. നിങ്ങൾ പാത്രമായിട്ട് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ പാല് തരുള്ളൂ എന്ന് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് അവിടെ. അപ്പം മിക്കവാറും ആൾക്കാർ ഇത് ഇങ്ങനത്തെ ഒരു തൂക്കുപാത്രമായിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ വലിയ ആയിട്ടുള്ള ഒരു പാത്രമായിട്ട് ചെന്നെങ്കിലാണ് അവർ നമുക്ക് ഹാപ്പി ആയിട്ട് ഒഴിച്ചു തരുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ അവർ ചിലപ്പോൾ 1-2 പ്രാവശ്യം ഒഴിച്ചതിന് ശേഷം അവർ തരില്ല. സോ ഇങ്ങനത്തെ ഒരു പാത്രം നിങ്ങൾ കാറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഓഫീസിൽ നിന്ന് വരുന്ന വഴി ഏതായാലും ആ പാത്രം ഒന്ന് കാറിൽ വെച്ചേക്കൂ. അപ്പം ആ നേരത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ അപ്പം മേടിക്കാലോ. ഇനി ബൈക്കിലാണെങ്കിൽ ഹെൽമെറ്റ് വെക്കുന്ന സ്ഥലത്ത് നമുക്കത് വെക്കാം. പക്ഷെ എന്നും പറഞ്ഞ ഹെൽമെറ്റ് റീപ്ലേസ് ചെയ്ത് മറന്നുപോയി അത് വേണ്ട കേട്ടോ. ബിക്കോസ് അത് സേഫ്. നമ്മൾ ജീവനോടെ ഇരിക്കുക, പാല് കുടിക്കാനായിട്ട് തലയും മോഡലും ഒക്കെ വേണമല്ലോ. അപ്പൊ അത് വിട്ടുള്ള കളി വേണ്ട. മൂപ്പഡ് ആണെങ്കിൽ, ആക്ടിവ പോലത്തെ ഒക്കെ ബൈക്ക് ആണെങ്കിൽ മുമ്പിൽ ആ തൂക്കിയിടാനുള്ള സ്ഥലമുണ്ടല്ലോ, അതങ്ങനെ അവിടെ വെക്കുന്ന ബുദ്ധിമുട്ടല്ല എന്നുള്ളൊരു ജോലി സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അടുത്ത ദിവസത്തേക്ക് ആവശ്യമുള്ള പാലും കൂടെ നമ്മൾ മേടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും പോകേണ്ട ആവശ്യം വരില്ല. സോ ദീസ് ആർ ദ സിമ്പിൾ ഓപ്ഷൻ. കുറച്ചും കൂടെ ഒരു ഹെൽത്തിയർ പാല് മേടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാമെങ്കിൽ ഇത് കുറച്ചും കൂടെ നല്ല പാലാണ് തീർച്ചയായിട്ടും. So anyway, all the best and take care. This is Godsi from Godsi's Version Malayalam. Bye.